ഇത് ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് എന്ന് പറയുന്നത്. സോ ഒരു വിമാനയാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ അലട്ടുന്ന ഒരു ചോദ്യങ്ങൾ പെട്ടതാണ് എന്താണ് ഈ ലഗേജ്, എന്താണ് ഈ ക്യാരി ഓൺ ബാഗ്, എന്താണ് ഈ ക്യാബിൻ ബാഗ് എന്നതൊക്കെ. സോ ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ലഗേജ് എന്നും എന്താണ് ഈ ക്യാരി ഓൺ ബാഗ് എന്നും, എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ ഐറ്റംസ് നമുക്ക് വിമാനത്തിൽ കയറ്റാൻ പറ്റില്ല, എന്തൊക്കെ നമുക്ക് ക്യാരി ഓൺ ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ലഗേജിൽ വെക്കാൻ പറ്റും, എന്തൊക്കെ വെക്കാൻ പറ്റില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടൊരു വിമാനയാത്രയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് തീരുമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് നമുക്കൊരു പ്രശ്നം പറ്റാത്ത കോലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഈ തേങ്ങ എന്ന് പറയുന്നത്. കൊട്ടത്തേങ്ങയൊക്കെ ഉണ്ടല്ലോ. സോ ഈ തേങ്ങയൊന്നും നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇത് ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബാഗ് മൊത്തത്തിൽ പരിശോധിച്ച് എന്തൊക്കെ സംഗതികളുണ്ടോ, ഇത് തേങ്ങ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു തേങ്ങ നിങ്ങളുടെ ബോക്സിൽ നിന്ന് നിങ്ങളുടെ ലഗേജിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞു തന്നതാണ്. ഇതല്ലാതെ വേറെ ഒരുപാട് സംഗതികൾ നമ്മളെ എയർപോർട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ യൂഷ്വലി നോർമലായിട്ട് കാണുന്ന സംഗതികളൊന്നും എയർപോർട്ടിൽ നോർമൽ അല്ല എന്നുള്ള സംഗതിയാണ് എനിക്ക് പറയാനുള്ളത്. പച്ചവെള്ളം പോലും നമുക്ക് സെക്യൂരിറ്റി ഗേറ്റ് ത്രൂ കടന്ന് കൊണ്ടുപോകാൻ പറ്റൂല. ആദ്യം തന്നെ എന്താണ് ഈ ക്യാരി ഓൺ ബാഗ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ക്യാരി ഓൺ ബാഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ലഗേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഈ ക്യാരി ഓൺ ബാഗാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരി ഓൺ ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വിമാനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജിനാണ് ക്യാരി ഓൺ ബാഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ചെറിയൊരു ബാഗിൽ, ഒരു നിശ്ചിത അളവിലുള്ള ബാഗിൽ നിശ്ചിത വെയിറ്റിൽ, അതായത് യൂഷ്വലി ഒരു 7 kg അല്ലെങ്കിൽ ഒരു 10 കിലോക്കാണ് നോർമലായിട്ട് ഒരു എയർലൈനോ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അത് ക്യാരി ഓൺ ബാഗിൽ കേട്ടോ. അപ്പം ഈ ക്യാരി ഓൺ ബാഗ് നമുക്ക് എയർലൈനിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. ലഗേജും ക്യാരി ഓൺ ബാഗും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരി ഓൺ ബാഗിൽ ഇടുന്ന സംഗതികളൊന്നും ലഗേജിൽ ഇടാൻ പറ്റില്ല. ലഗേജിൽ ഇടുന്ന സംഗതികളൊന്നും ക്യാരി ഓൺ ബാഗിൽ ഇടാൻ പറ്റില്ല. ഇതിൽ മെയിനായിട്ട് 4 ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് സമയ ലാഭം, സേഫ്റ്റി, യാത്രാ സൗകര്യം, അതിൻ്റെ അവസാനം സാമ്പത്തിക ലാഭം. സോ ഈ 4 സംഗതികളാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഫാക്ടേഴ്സ്. ഒന്നാമത്തത് സമയ ലാഭം. അതായത് നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തിറങ്ങി പോകാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്നൊരു സംഗതിയാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ഒരു ക്യാരി ഓൺ ബാഗ് നമ്മളെ കയ്യിൽ തന്നെ ആവുമ്പോൾ നമുക്ക് ഇത് സുരക്ഷിതത്തോട് കൂടിയിട്ട് നമുക്ക് കൊണ്ട് നടക്കാനും പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മിസ്സാവുമോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് വൺ, ഇത് സിമ്പിളായിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എങ്ങനെ ഒരു ബാക്ക് പാക്ക്, ചെറിയൊരു ബാക്ക് പാക്ക് നമ്മൾ തോളിലിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പം ബാക്ക് പാക്ക് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും വളരെ ചെറിയ ട്രോളി മാത്രമേ, അതായത് അതിനൊക്കെ ഒരു സൈസ് ഉണ്ട്, ആ ഒരു സൈസിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ചെറിയൊരു ക്യാബിൻ ബാഗ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും മറ്റൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇനി നാലാമത് വരുന്ന ഒരു സംഗതിയാണ് സാമ്പത്തിക ലാഭം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയിൽ പെട്ടതാണ് ഇത്. ചില ബഡ്ജറ്റ് എയർലൈനുകൾ ലൈക്ക് എയർ ഏഷ്യ, പിന്നെ ബാത്തിക് എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് എയർലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബഡ്ജറ്റ് ആയിട്ട് പോകുന്ന എയർലൈൻസ്, ഇവരൊക്കെ നമുക്ക് ലഗേജ് പ്രൊവൈഡ് ചെയ്യില്ല. സോ അവരുടെ നിശ്ചിതമായിട്ടുള്ള ചിലപ്പം 7 കിലോ ആയിരിക്കാം, അല്ലെങ്കിൽ 10 കിലോ ആയിരിക്കാം. ഇവർ പറയുന്ന ഈ ഒരു വെയിറ്റിനുള്ളിൽ നമുക്ക് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പം ലഗേജ് നമ്മളെ ഭാഗത്ത്, അല്ലെങ്കിൽ ലഗേജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു സോളോ ട്രാവലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിൻ ബാഗേജ് എന്ന് പറയുന്നത്. കാരണം ഭയങ്കര സിമ്പിളായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരുപാട് നേരം ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രം പോരല്ലോ, ഇതിൻ്റെ കുറച്ച് ഡൗൺ സൈഡുമാണ് നമ്മൾ പറയേണ്ടത്. സോ ഇതിൽ നമുക്ക് 100 ml അതായത് 100 ml എന്ന് പറയുമ്പോൾ നമ്മുടെ കുപ്പിയുടെ ബോട്ടിലിൻ്റെ കപ്പാസിറ്റി 125 ml ആണ്. പക്ഷേ അതിൽ 100 ml ചോടയാണ് ലിക്വിഡ്, അതായത് പെർഫ്യൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡ് ഉള്ളത് എന്നുണ്ടെങ്കിലും അത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. 100 ml മുകളിൽ പോകുന്ന ഏതൊരു സംഗതിയും, ഈവൻ ദോ അതൊരു ബോട്ടിലാവട്ടെ, 100 ml മുകളിൽ വരുന്ന ഏതൊരു ലിക്വിഡ് ഐറ്റംസും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല.
100 ml ചോടയുള്ള സംഗതികൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്കൊരു ഫോൾട്ടും പറ്റിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 125 ml ഒരു ലിക്വിഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അവർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഡസ്റ്റ്ബിന്നിലേക്ക് എറിയിപ്പിച്ചു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനിപ്പോൾ മറ്റേലിരുന്ന് പൊട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ക്യാരി ഓൺ ബാഗിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണത ഉണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ കൺമുന്നിൽ തന്നെ അത് വേസ്റ്റ് ബിന്നിലേക്ക് നമ്മൾ തന്നെ പോയിടേണ്ടി വരും. സോ ആ പരിപാടിക്കൊന്നും നിൽക്കരുത്. പിന്നെ രണ്ടാമത്തെ കോൺസ് ആണ്, നമ്മൾ അത്യാവശ്യം തണുപ്പുള്ള ഏരിയകളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജാക്കറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ നല്ലപോലെ ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇതിന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാക്കറ്റ്, അതായത് നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റിയിട്ടുള്ള, അതായത് ലഗേജിൽ വെയിറ്റ് കുറക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഏറ്റവും വെയിറ്റുള്ള സംഗതികൾ നമ്മൾ ഇട്ടു പോവുക. അപ്പോൾ പിന്നെ നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് അത്രത്തോളം കുറഞ്ഞു കിട്ടും. ഇട്ടു പോകാന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ജാക്കറ്റ്, പിന്നെ അതുപോലെ പാൻറ്റ്, ഷൂ, ഇതിൽ ഏറ്റവും വെയിറ്റുള്ള സംഗതികൾ ഏതാണോ അത് നമ്മൾ വേറെ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ. ഈ ക്യാരി ഓൺ ബാഗിലാണ് നമ്മൾ ലാപ്ടോപ്പ്, പിന്നെ പവർ ബാങ്ക്, ലിഥിയം അയൺ ബാറ്ററി ഉള്ള എല്ലാ സംഗതികളും നമുക്ക് ഈ ക്യാരി ഓൺ ബാഗിൽ മാത്രമേ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നമുക്ക് ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല. സോ നമ്മളൊരിക്കലും ലഗേജ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഈ പവർ ബാങ്കോ മറ്റോ ലഗേജിൽ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ചിലപ്പോൾ അല്ല, ഇത് വല്ലതും നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് കയറ്റുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ, അതായത് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ ലഗേജ്. അപ്പം ഈ ലഗേജ് ചെക്കിങ്ങിൻ്റെ സമയത്ത് ഇതിൽ വല്ല ബാറ്ററി സംതിങ്ങോ അല്ലെങ്കിൽ ഈ ലിഥിയം അയൺ ബാറ്ററി അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു ലഗേജ് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അത് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് അവർ അയക്കില്ല. സോ നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു കാരണവശാലും ലഗേജിൽ ഈ പറഞ്ഞ സംഗതികളൊന്നും ഇടാൻ പാടില്ല. ഇനി അടുത്തതാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന ചെക്ക് ഇൻ ബാഗേജ്. നമ്മൾ കുടുംബത്തിനോടൊപ്പമാണ് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ഒരു സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഗേജ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന, നമ്മളെ വിമാനത്തിൻ്റെ കൗണ്ടറിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഈ ഒരു ലഗേജ് എന്ന് പറയുന്നത് ഇതൊരിക്കലും നമുക്ക് ക്യാരി ചെയ്ത് വിമാനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നമ്മുടെ വിമാന കമ്പനി ഏതാണോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ബാഗ് നിക്ഷേപിക്കുന്നു. അവരാണ് പിന്നെ ഈ ഒരു ലഗേജ് നമ്മുടെ വിമാനത്തിനുള്ളിലേക്ക് കയറ്റുക. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നോക്കിയാലോ. നമുക്ക് 100 ml മുകളിലുള്ള ലിക്വിഡ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഡ്രസ്സ്, ഷൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റാത്ത വേറൊരു വലിയൊരു സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഈ ഒരു കൊട്ടത്തേങ്ങ കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഞാൻ എൻ്റെ മകളുടെ അടുത്തേക്ക് പോവാണ്, ഞാൻ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം അവിടെ നിന്ന് നല്ല തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് ഒരു തേങ്ങ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ തേങ്ങ ഒന്നും ക്യാരി ചെയ്താണ്ട് ലഗേജിലിട്ട് കൊണ്ടുപോകാൻ നിൽക്കണ്ട. അത് വലിയ പ്രശ്നമാണ്. ഓക്കെ, ഇത് സെക്യൂരിറ്റി ത്രെറ്റനായിട്ട് അവർ കാണുള്ളൂ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ത്രെറ്റനായിട്ട് അതൊക്കെ കാണുള്ളൂ. സോ ഒരിക്കലും ഈ ഒരു തേങ്ങയൊന്നും ഒരിക്കലും നിങ്ങൾ ലഗേജിലോ അല്ലെങ്കിൽ ക്യാരി ഓൺ ബാഗിലോ ഒന്നും ഇട്ട് കൊണ്ടുപോകരുത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്, ഈ ബഡ്ജറ്റ് എയർലൈനുകൾ അവർ ഈ ലഗേജിന് ഒരുപാട് പൈസ എക്സ്ട്രാ വാങ്ങിക്കും. ഇപ്പം നമുക്ക് നോർമലായിട്ട് ബഡ്ജറ്റ് എയർലൈനുകളൊക്കെ 7 കിലോ അല്ലെങ്കിൽ 10 കിലോനൊക്കെ ക്യാരി ഓൺ ബാഗേജിൽ നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർ ഈ പൈസയൊക്കെ ലാഭിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഗേജിലാണ്. ലഗേജിന് അവർ നമ്മുടെ അടുത്ത് നിന്ന് ചിലപ്പം ഒരു 10,000 രൂപേൻ്റെ ടിക്കറ്റിന് 5,000 രൂപ എക്സ്ട്രാ അല്ലെങ്കിൽ 10,000 രൂപയോളം എക്സ്ട്രാ നമുക്ക് ലഗേജിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്യാരി ഓൺ ബാഗേജിനോടാണെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പൈസയും കൊടുക്കണ്ട, പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ആസ് എ സോളോ ട്രാവലർ. സോ നിങ്ങളൊരു ഫാമിലിയോട് കൂടെയൊക്കെയാണ് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വേറൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ്, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ചിലപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലഗേജ് അവരുടെ കയ്യിലുണ്ടാവും. നമുക്ക് 1-2 ഡ്രസ്സുകൾ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് നമ്മളുടെ ലഗേജ് 1-2 ദിവസങ്ങൾ അവിടുന്ന് ലേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ക്യാരി ഓൺ ബാഗിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഫൈനലി ഈ ക്യാരി ഓൺ ബാഗേജ് ആരാണ് കൊണ്ടുപോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫാമിലി അല്ലാതെ നിങ്ങൾ ഒറ്റക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ക്യാരി ഓൺ ബാഗ് എന്ന് പറയുന്നത്.
സോ ഇനി നിങ്ങൾ പോകുന്നത് ഒരു മാസത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ക്യാരി ഓൺ ബാഗേജ് മാത്രമായിട്ടൊന്നും പോകാനും പറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ക്യാരി ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരി ഓൺ ബാഗേജിൽ ഇടാൻ പറ്റുന്ന സംഗതികളും ലഗേജിൽ ഇടാൻ പറ്റുന്ന സംഗതികളെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൽ നമുക്ക് ലഗേജിൽ നമ്മൾ ഇപ്പം ഉണക്കമീനൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ നല്ല പോലെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മണം സ്മെല്ലൊന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ. ഇനിയിപ്പോൾ ലിക്വിഡ് ഐറ്റംസോ അല്ലെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകില്ല, അച്ചാറൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സമില്ല, യാതൊരു പ്രശ്നമില്ല. അതൊക്കെ നല്ല പോലെ സീൽ ചെയ്തിട്ട് നല്ല പോലെ പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരംശവും പുറത്തേക്ക് ചിന്താത്ത കോലത്തിൽ വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുറത്തേക്ക് ചിന്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സോ കാര്യങ്ങളോ മറ്റോ ഉണ്ടാവും, പിന്നെ അത് നശൂല് പണ്ടിറങ്ങി പോകും. അപ്പം അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. അവസാനിക്കാൻ നേരം ഞാനൊരു നല്ലൊരു ടിപ്പും കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ഈ സാധനം കണ്ടോ, ഈ ഒരു സാധനം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെയ് മെഷീനാണ്. അതായത് ഇവിടെ ഓൺ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് ഇതിൽ കാണിക്കും. ഇപ്പം 0 അല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കുക, നമുക്ക് ക്യാരി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു മെഷീനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ബാഗ് ഇങ്ങനെ തൂക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാഗിൻ്റെ വെയിറ്റ് ഇവിടെ കാണിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മനസ്സിലാവാത്തവർ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാനതിന് റിപ്ലൈ തരാം. അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.